അനുപമ ധ്രുവ് വിക്രം പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴെല്ലാത്തിനും മറുപടി എന്നോളം ധ്രുവ് വിക്രം ഒരു പോസ്റ്റ് പങ്കുവച്ചു. തൻ്റെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ ഹാൻഡിലൂടെ തന്നെയാണ് ഇപ്പോൾ സ്റ്റോറിയായി ധ്രുവ് വിക്രം ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. കടലിലൂടെ നടന്നു പോകുന്നതാണ് ചിത്രം. എത്ര അലകൾ എനിക്കെതിരെ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നതായിരുന്നു ധ്രുവ് വിക്രം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് കടലിനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു വരിയാണെന്ന് ഉദ്ദേശിക്കാം, അല്ലെങ്കിൽ അനുപമയ്ക്കുള്ള മറുപടിയാണെന്നും ഉദ്ദേശിക്കാം. എത്രയൊക്കെ മറുപടി ഉണ്ടെങ്കിലും, എത്രയൊക്കെ ആഞ്ഞടിച്ചാലും, എത്രയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും, ആരൊക്കെ തനിക്കെതിരെ വന്നാലും താൻ ഇനിയും മുന്നോട്ട് തന്നെ പോകും എന്ന് ധ്രുവ് വിക്രം പറയുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പഴയ പല അഭിമുഖങ്ങളും അതുപോലെ സ്റ്റേജ് ഷോകളും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനുപമയുടെ പിറന്നാൾ ആഘോഷം, അനുപമ ചില ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രൊമോഷനുകൾ അടക്കമുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് വരികയാണ്. അതിനെല്ലാത്തിനും കാരണം ധ്രുവ് വിക്രമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം തന്നെയാണ്. അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന് നല്ലവണ്ണം തന്നെ ഒരു രീതിയിലെ ആങ്കർ ഇഷ്യൂ ഉണ്ട്. ആ ആങ്കർ ഇഷ്യൂ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്നും ധ്രുവ് വിക്രം പറയുന്നു. എന്നാൽ അതൊക്കെ മാറ്റാനാണ് താനിപ്പോൾ ശ്രമിക്കുന്നതെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും പിടിച്ചുപറ്റുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നു എന്നുകൂടി നമുക്ക് പറയുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ അനുപമയോട് സംസാരിക്കുന്നത്. അനുപമയോട് മാത്രമല്ല, അതിപ്പോൾ വളരെ വ്യക്തമായി കാണുന്നത് പോലെ തന്നെ ധ്രുവ് വിക്രമും വളരെയധികം തന്നെ സ്നേഹത്തോട് സംസാരിക്കുന്നു. അനുപമ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ ഒരു പ്രയാസമുണ്ട്. ധ്രുവ് പൊതുവെ തന്നെ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും നല്ല രീതിയിലായിരുന്നു ധ്രുവിനെ ഇത്രയും നാളായി അറിഞ്ഞുകൊണ്ടിരുന്നത്. മലയാള സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ധ്രുവ് വിക്രമിനെ കുറിച്ച് മലയാളികൾക്ക് പോലും നല്ല അഭിപ്രായമായിരുന്നു. എന്നാൽ അതെല്ലാം മാറ്റിപ്പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രേക്ഷകർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. എല്ലാവരും വളരെ കൃത്യമായി തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേര് ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. എൻ്റെ മുന്നിലേക്ക് വരുന്ന ഏതൊരു തിരമാലയും ഞാൻ അതിജീവിക്കുമെന്ന് ധ്രുവ് വിക്രം ഉറപ്പിച്ചു പറയുന്നത് തന്നെയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിലാണെന്ന് പറയാം. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ധ്രുവ് വിക്രം ഇൻസ്റ്റഗ്രാം സജീവമല്ലെന്നത് ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ താരം അവസാനമായി ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിരുന്നു. അതും ബൈസൺ എന്ന തന്റെ പുതിയ സിനിമയിൽ ചിത്രീകരണവും വീഡിയോയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഒന്നും പോസ്റ്റുകൾ പങ്കുവയ്ക്കാത്ത താരം ഇപ്പോൾ പങ്കുവയ്ക്കണമെങ്കിൽ ഇത് ഉത്തരമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പങ്കാളിയിൽ നിന്ന് നേരിടേണ്ടി വന്ന നിയന്ത്രണങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും കുറിച്ച് മാധ്യമപ്രവർത്തക ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അനുപമ വിശദീകരണം നൽകിയത്. തന്റെ വസ്ത്രധാരണത്തിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പോലും പങ്കാളി ഇടപെട്ടിരുന്നു എന്നതാണ് അനുപമ കൂട്ടിച്ചേർക്കുന്നത്. കരിയറിലെ വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായ ഡ്രാഗൺ പ്രൊമോഷനുകളിൽ പോലും പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നില്ല. ഓരോ വസ്ത്രം ധരിക്കുന്നതിന് മുൻപും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപും തനിക്ക് പെർമിഷൻ എടുക്കേണ്ട ഗതിയായിരുന്നു എന്ന് പോലും അനുപമ പറഞ്ഞതാണ് ഇപ്പോൾ ധ്രുവ് വിക്രമിനെതിരെ മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.